പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന ദിവസം ആമോസ് 8:11 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമമയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജനത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. വലിയൊരു ക്ഷാമത്തിൻ്റെ ദിനങ്ങൾ കടന്നു വരുന്ന സമയമാണെന്ന്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈശോ നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, വചനം നമ്മോട് പറയുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിക്കുന്നവനായ ദൈവം ഇന്നും നമ്മുടെ കുർബാനയിൽ നമ്മോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവം. ഈശോ പറയുകയാണ്, ദേശത്ത്, ഈ രാജ്യത്ത്, ഈ ലോകത്ത് മുഴുവൻ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ക്ഷാമമയക്കുന്ന നാളുകൾ വരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ലോകത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഭക്ഷണമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല എന്ന് എന്നെയും നിങ്ങളെയും അത് ഓർമ്മിപ്പിക്കുകയാണ്. ഭക്ഷണത്തിന് വേണ്ടിയോ നിന്റെ ഒരു നേരത്തെ വയറിൻ്റെ വിശപ്പടക്കുവാൻ വേണ്ടിയല്ല പ്രിയപ്പെട്ടവരെ, നിന്റെ ആത്മാവിൻ്റെ വിശപ്പടക്കുവാനുള്ള ആ ക്ഷാമമാണ് പ്രിയപ്പെട്ടവരെ വരുന്നത്. നിന്റെ ഹൃദയത്തിൽ വസിക്കേണ്ട ഈശോ, ആ ഈശോയെ തേടി ഓടേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ, ഇന്ന് ഈ സമയം. എനിക്ക് നിങ്ങൾക്കും ഈശോയാകുന്ന രക്ഷകനെ നേടുവാൻ, അവിടുത്തെ വചനം സ്വീകരിക്കാൻ, ആ വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ, അതിനായി പ്രിയപ്പെട്ടവരെ ഓടുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ഓടുന്നത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി, നമ്മുടെ വസ്ത്രങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സുഖലോലുപതയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും പരക്കം പായുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈശോ പറയുകയാണ്, ക്ഷാമം വരുന്ന കാലം ഇതാ അടുത്തു കഴിഞ്ഞു എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആത്മാവിൽ നിറയുവാനായിട്ട്, ആ വചനത്തിൽ നിറയുവാനായിട്ട്, വചനത്തിൻ്റെ തീഷ്ണതയിൽ നിറഞ്ഞു തുളുമ്പുവാനായിട്ട് ഓടുവാൻ സാധിക്കണം. നമുക്ക് ലഭിക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടും അനേകം വചനങ്ങൾ പ്രഘോഷിക്കുന്ന പ്രഘോഷകരും, അനേകം വചനങ്ങൾ നമുക്ക് കൂടുവാനും വചനങ്ങൾ സ്വീകരിക്കുവാനും അവസരമുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി നിന്ന് ഞാനും നിങ്ങളും നമ്മുടെ വ്യഗ്രതയായ ലോകത്തിൻ്റെ പുറകെ ഓടുകയാണ് പ്രിയപ്പെട്ടവരെ. ഈശോ നൽകുന്ന ഈ മുന്നറിയിപ്പ് ഏറ്റെടുത്തുകൊണ്ട് ആ വചനമാകുന്ന ഈശോയെ സ്വീകരിക്കാൻ, വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ, വചനത്തിന് വേണ്ടി ഓടുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.